കെ.ബി. ഗണേഷ് കുമാറിന്റെ ബന്ധു ഒരു കവറുമായി കാറിലേക്ക് കയറി. സോളാർ ഗൂഢാലോചനയിൽ സാക്ഷികളാണെന്ന് 4 പേരുടെ മൊഴി. സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൊട്ടാരക്കരയിൽ നടന്ന ഗൂഢാലോചനയ്ക്ക് സാക്ഷികളാണെന്ന് കോടതിയിൽ 4 പേരുടെ മൊഴി. ജയിലിൽ കഴിയവേ സോളാർ പീഡന കേസിലെ പരാതിക്കാരി എഴുതിയ 21 പേജ് കത്തിൽ 4 പേജ് കൂട്ടിച്ചേർക്കുന്നതിന് സാക്ഷികളായെന്നാണ് മൊഴി. കൊട്ടാരക്കര 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ER അർജുൻ രാജിന് മുന്നിൽ കഴിഞ്ഞ ദിവസം കേസിലെ സാക്ഷികളായ കുന്നിക്കോട് അനീഷ് മനസ്സിലിൽ H. അനീഷ് ഖാൻ, തലവൂർ മാങ്കാല വാഴോട്ട് പുത്തൻവീട്ടിൽ C. സൂര്യനാഥ്, ശാസ്താംകോട്ട മനക്കര ബെയ്ത്ത് ഹിബയിൽ A. റഷീദ്, പിടവൂർ അഞ്ചനത്തിൽ G. രാധാമോഹനൻ എന്നിവർ മൊഴി നൽകി. 2015 മെയ് മാസത്തിൽ ഒരു ദിവസം ഉച്ചയോടെ MC റോഡിൽ പെന്തക്കോസ്ത് ജംഗ്ഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിലേക്ക് മുൻമന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ബന്ധു ശരണ്യ മനോജ് ഒരു കവറുമായി കയറുന്നത് കണ്ടെന്ന് അനീഷ് ഖാനും സൂര്യനാഥും മൊഴി നൽകി. സോളാർ അന്വേഷണ കമ്മീഷന് മുന്നിൽ പീഡന കേസിലെ പരാതിക്കാരി ഹാജരാക്കിയ കത്തിൽ കൃത്രിമം നടത്തി 4 പേജ് കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആരോപിച്ച് അഡ്വക്കേറ്റ് ജോളി അലക്സ് മുഖേന അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് ഫയൽ ചെയ്ത ഹർജിയിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. പീഡന കേസിലെ പരാതിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ടൈറ്റ തോമസും 2-ാം പ്രതി കെ.ബി. ഗണേഷ് കുമാറിന് വേണ്ടി അഡ്വക്കേറ്റ് ഷൈൻ പ്രഭയും ഹാജരായി. കേസ് അടുത്ത മാസം വീണ്ടും പരിഗണിക്കും. അന്ന് ഹാജരാകാൻ സാക്ഷികളായ പത്തനാപുരം ബാബുക്കൻ പുരയിടത്തിൽ ഷേഖ് ഫരീദ്, മാധ്യമപ്രവർത്തകൻ ദിലീപ് ദൂർനാട്, തട്ടാരുകോണം ഗിരിദീപത്തിൽ രവീന്ദ്രൻ പിള്ള, പുതുപ്പള്ളി കടന്നൂരി ശ്രീകുമാർ എന്നിവർക്ക് നോട്ടീസ് നൽകും. കെ.ബി. ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ പേരിനൊപ്പം ചേർത്തിരുന്ന MLA എന്നുള്ളത് നീക്കിയതും നേരത്തെ വാർത്തയായിരുന്നു. 18 വയസ്സ് തികയുന്നതിന് മുൻപ് ലൈസൻസ് എടുത്തുവെന്ന ആരോപണത്തിലും ഗണേഷ് കുമാറിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. മുൻ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസിലെ പേരിനൊപ്പം ചേർത്തിരുന്ന MLA എന്ന പദം നീക്കം ചെയ്തു. പുതിയ ലൈസൻസിൽ കെ.ബി. ഗണേഷ് കുമാർ എന്ന് മാത്രമാണ് പേരുള്ളത്. ലൈസൻസിൽ പേരിനൊപ്പം MLA എന്ന് ചേർത്തതിൽ വകുപ്പ് തല അന്വേഷണം നടക്കുന്നതിനിടെ പേരും വിലാസവും തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഗണേഷ് കുമാർ അപേക്ഷ നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ആധാർ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകളിൽ ഉള്ളതുപോലെ മാത്രമേ ലൈസൻസിലും പേര് രേഖപ്പെടുത്താവൂ എന്നാണ് ചട്ടം. എന്നാൽ ആറ്റിങ്ങൽ RTOയിൽ നിന്ന് നൽകിയ ലൈസൻസിൽ MLA എന്ന് ചേർത്തത് വലിയ വിവാദമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് അനുവദിച്ച ലൈസൻസ് ആയതിനാൽ അന്ന് നൽകിയ രേഖകളോ ലൈസൻസ് അനുവദിച്ച ഉദ്യോഗസ്ഥന്റെ വിവരങ്ങളോ ലഭ്യമായിട്ടില്ല. അതിനാൽ ഈ വിഷയത്തിലുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വകുപ്പിന് തടസ്സങ്ങൾ നേരിടുന്നുണ്ട്.